കണ്വാശ്രമവും ചുറ്റുപാടുകളും കണ്ടതിനു ശേഷം 7 മണിയോടുകൂടിയാണ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയത്. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 9:30 സുഖമായൊന്നുറങ്ങി. യാത്രാക്ഷീണമൊക്കെ ഒന്ന് തീർത്തു. 2 നേരത്തെ ഭക്ഷണത്തോടൊപ്പം വെറും 300 രൂപയെ ആശ്രമം ചാർജ് ചെയ്യുന്നുള്ളൂ. 6 മണിക്ക് യോഗ ഹാളിൽ എത്തിയതാണ്. ഗുരുകുലത്തിലെ ദിനചര്യ ആരംഭിക്കുന്നത് യോഗയോടുകൂടിയാണ്. യോഗാചാര്യനായ ഗുരുജി നേരിട്ട് തന്നെയാണ് യോഗയൊക്കെ പഠിപ്പിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി എക്സസൈസുകൾ കഴിഞ്ഞാലാണ് യോഗാസനങ്ങൾ. ഭീം പവർ യോഗ എന്നൊരു രീതി തന്നെ ഗുരുജി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. യോഗ ക്ലാസ് കഴിഞ്ഞാൽ ഗുരുജിയും 2 സഹായികളും ചേർന്ന് ഗോശാലയിലേക്കാണ് നേരെ പോകുന്നത്. കൂടെയുള്ള 2 പേരിൽ ഒരാൾ ഗുസ്തികാരൻ തന്നെയാണ്. യോഗ കഴിഞ്ഞാൽ കൃഷിസ്ഥലത്തിന്റെയും ഗോശാലയുടെയും ഉള്ളിലൂടെയുള്ള കറക്കം ഗുരുജിക്ക് പതിവാണ്. ഈ ആശ്രമത്തിലെ ഒരു പ്രധാന അന്തേവാസിയാണ് ഈ പോകുന്നത്. ഇതാണ് കാട്ടിന് നടുവിലൂടെ ഇന്നലെ യാത്ര ചെയ്തു വന്ന വഴി. ഇനി നമുക്ക് കണ്വാശ്രമ സ്ഥലത്ത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഗുരുകുലത്തെ പരിചയപ്പെടാം. 1972-ലാണ് 2 വിദ്യാർത്ഥികളുമായി വിശ്വപാൽ ജയന്ത് എന്ന ഗുസ്തിക്കാരൻ ഈ ഗുരുകുലം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്റെ ശക്തിപ്രകടനത്തിന്റെ ഭാഗമായി നടത്തിയ അഭ്യാസങ്ങളിൽ ആകൃഷ്ടനായി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി ഗിരി അദ്ദേഹത്തിന് ആധുനിക ഭീമൻ എന്ന് പേര് നൽകി. വർഷങ്ങൾക്ക് മുമ്പ് കൊടും കാടായിരുന്ന ഇവിടെ അദ്ദേഹം എത്തുകയും കുറേ മാസങ്ങളോളം ഇവിടെ ഏകാന്തമായി ധ്യാനവും യോഗയുമായി ജീവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയം മനസ്സിലുണ്ടാവുകയും ഒരാശ്രമം തുടങ്ങുകയും ചെയ്തത്. ഇവിടെ വഴിക്ക് 2 വശത്തുമായി തീറ്റപ്പുല്ലാണ് വളർത്തിയിരിക്കുന്നത്. പശുക്കളെ വളർത്തുന്നുണ്ട് ഇവിടെ. പല ഇനങ്ങളിലായി 20ഓളം പശുക്കളുള്ള ഗോശാലയാണ്. ഹോസ്റ്റലും ഗസ്റ്റ് ഹൗസും കൃഷിസ്ഥലവുമൊക്കെയായി വലിയൊരു ഭൂഭാഗം മുഴുവൻ ഇന്ന് ഗുരുകുലമാണ്. പണ്ട് മാലിനി നദിക്ക് ഇരുവശവുമായി ആശ്രമങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കണ്ണു തപോഭൂമി. ഗുരുജി ഒരു ആയുർവേദ വൈദ്യൻ കൂടിയാണ്. ഒരു ആയുർവേദ പഞ്ചകർമ്മ കേന്ദ്രം കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വശത്താണ് ഗുരുകുലത്തിലെ ഹോസ്റ്റലും പഠന വിഭാഗവും.
ഈ വഴിയിലൂടെയാണ് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ആദ്യം വലതുവശത്ത് ഈ കാണുന്നതാണ് യജ്ഞശാല. ദിവസവും കാലത്ത് ഹോമം നടക്കുന്നുണ്ട്. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളാണ് ഹോമം നടത്തുന്നത്. ഇതിവർ മാറി മാറി ഓരോ ആഴ്ചയും ഒരു ടീം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും പരിശീലനം ലഭിക്കുന്നു. ഹോമം കഴിഞ്ഞാൽ ഭജന പ്രാക്ടീസ് ആകും. പരിശീലനം കിട്ടിക്കഴിഞ്ഞവർ പുതിയ കുട്ടികളെ പഠിപ്പിക്കും. ഹാർമോണിയം, തബല ഇതും പഠിപ്പിക്കുന്നുണ്ട്. കോമ്പൗണ്ടിൽ നിറയെ മരങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ട്. യജ്ഞശാല കഴിഞ്ഞ് കുറച്ച് നടന്നാൽ വലതുവശത്തായാണ് ഗസ്റ്റ് ഹൗസ്. രണ്ടു നിലകളുള്ള കെട്ടിടമാണ്. 15 മുറികളുള്ളതാണ് ഈ ഗസ്റ്റ് ഹൗസ്. വാടകയുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. വെറും 300 രൂപയേ ഉള്ളൂ ഒരാൾക്ക്, അതും 2 നേരത്തെ ഭക്ഷണത്തോടൊപ്പം. ഇതിന്റെ മുറ്റത്ത് ഇങ്ങനെ ബെഞ്ചുകളിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ശകുന്തളയെ കണ്ണൂനി കണ്ടെത്തുന്നതിന്റെ ദൃശ്യം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. നേരെ മുൻവശത്ത് ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന വലിയൊരു മരമുണ്ട്. നാരകം, നെല്ലി അങ്ങനെ പലതും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. താഴെ പാടത്ത്
പുല്ലിന്റെ ഒപ്പം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഈ വലയിട്ട ഭാഗത്ത് കോളിഫ്ലവർ, ക്യാരറ്റ് ഇതൊക്കെയാണ് കൃഷി. കുരങ്ങന്മാർ നാശമാക്കുന്നത് കൊണ്ടാണ് വലയിട്ടിരിക്കുന്നത്. ആശ്രമത്തിന്റെ ഒരു വശം കാട് തന്നെയാണ്. കാട്ടിലെന്തോ കണ്ടാണ് ഇതിങ്ങനെ കുരയ്ക്കുന്നത്. ഇന്നലെ രാത്രിയും കുരയ്ക്കുന്നത് കേൾക്കാനുണ്ടായിരുന്നു. ഗസ്റ്റുകൾക്കുള്ള ഭക്ഷണശാലയാണ്. വെജിറ്റേറിയൻ മാത്രമേ കിട്ടൂ. ആയുർവേദ ട്രീറ്റ്മെന്റിന് വന്ന് താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഡയറ്റ് ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഈ കാണുന്നത് ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണശാലയാണ്. ഈ വഴി താഴേക്കിറങ്ങിയാൽ വലതുവശത്ത് ഒരു ജിമ്മുണ്ട്. ജിമ്മിന് തൊട്ടടുത്തായി ഒരു സ്വിമ്മിംഗ് പൂളും. കോമ്പൗണ്ടിനകത്ത് നിറയെ മാവുകളും നട്ടുവളർത്തിയിട്ടുണ്ട്. പശുക്കൾക്കുള്ള തീറ്റപ്പുല്ലും ഇവിടെ തന്നെ വളർത്തുന്നതിനാൽ നല്ല ശുദ്ധമായ പാലായിരിക്കും ലഭിക്കുന്നത്. ഗുരുകുലത്തിലെ കുട്ടികൾക്ക് രാത്രി ഭക്ഷണത്തോടൊപ്പം ഒരു ഗ്ലാസ് പാലും കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റോർ റൂമാണ് ഈ വശത്ത്. മരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ്. ഈ കാണുന്ന കെട്ടിടത്തിലാണ് പഞ്ചകർമ്മ സെന്ററും യോഗ ഹാളും. കാലത്ത് യോഗ പരിശീലനം കണ്ടത് ആ മുകളിലെ ഹാളിലാണ്. ഗുരുജി പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന മുറിയാണിത്. ശാഖകളിൽ നിന്നും വേരിറങ്ങി വരുന്ന ഒരു ആൽ ഇതിന്റെ മുറ്റത്തുമുണ്ട്. ഈ നടവഴിയിലൂടെ കുറച്ച് മുകളിലായി കാണുന്നതാണ് ഭജന മണ്ഡപം. ഇവിടെ ഒരു ആനപ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി വഴിയിലും ഒരു ആനക്കൂട്ടം വന്നിരുന്നു. ഇവിടെ ഒരു ധ്യാനമുറിയുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് കണ്വാശ്രമ രംഗങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
ഇതാണ് ധ്യാനത്തിനുള്ള മുറി. ആർക്കു വേണമെങ്കിലും വന്ന് ധ്യാനിക്കാം. ഇപ്പോൾ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. ഭജനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെയാണ് ഹോമം നടത്തുന്നത്. ഭജനയ്ക്കായി കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വരിവരിയായി പോകുകയാണ്. ഇവരെല്ലാം ആശ്രമത്തിലെ ബ്രഹ്മചാരികളാണ്. ഇവിടെ ഒരു ഭരതസ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിശ്വപാൽ ജയന്ത് എന്ന ഗുരുജിയുടെ ചിത്രങ്ങളാണ് ഇവിടെ ചുവരിൽ വച്ചിരിക്കുന്നത്. പഴയ ഗുസ്തികാല ചിത്രങ്ങളും മറ്റു പ്രമുഖ നേതാക്കളും യോഗ ഗുരുക്കന്മാരുമൊക്കെയായുള്ള ഫോട്ടോകളും ഉണ്ട്. ഭരതസ്മാരകത്തിന് ചുറ്റും ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും ജീവിത മുഹൂർത്തങ്ങളാണ്. ഒരു കാലത്ത് മാലിനി നദി ഇതുപോലെ നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു. സിംഹത്തോടൊപ്പമുള്ള ഭാരതമാതാവിന്റെ ഒരു പ്രതിമ.
സ്മാരകത്തിനകത്ത് ടണൽ പോലെയുള്ള ഈ വഴി ചെന്നെത്തുന്നത് ഒരു ഗുഹയ്ക്കകത്തേക്കാണ്. ഏകാന്ത ധ്യാനത്തിനായാണ് ഇങ്ങനെയൊരു സ്ഥലം ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുറത്തു നിന്നുള്ള ഒച്ചയോ ബഹളങ്ങളോ ഒന്നും ഇതിനകത്ത് എത്തുകയില്ല. ഇവിടെ കുറെ മുയലുകളെയും വളർത്തുന്നുണ്ട്. ഇനി നമുക്ക് ഗുരുകുലത്തിലെ പാഠശാല ഭാഗം കാണാം. ഈ കെട്ടിടത്തിലും താമസ സൗകര്യമുണ്ട്. മുകളിലെ മുറികളിൽ ഒന്നിലാണ് ഗുരുജിയുടെ താമസം. രോഗികൾക്ക് താമസവും ഈ ബിൽഡിംഗിൽ തന്നെയാണ്. വലിയൊരു മുറ്റത്തിന് ഇരുവശങ്ങളിലുമായാണ് കെട്ടിടങ്ങൾ. ഈ കെട്ടിടത്തിലാണ് ഹോസ്റ്റലും പഠനവും. സംസ്കൃതവും യോഗയുമാണ് പഠന വിഷയങ്ങൾ. ഹരിദ്വാറിനെ പറ്റിയുള്ള വീഡിയോകളിൽ ഒന്നിൽ ഉത്തരാഖണ്ഡ് സംസ്കൃത വിശ്വവിദ്യാലയം കാണിച്ചിരുന്നു. അതുമായി ചേർന്നാണ് MA ക്ലാസുകൾ നടത്തുന്നത്. ഇതാണ് ഇവിടുത്തെ ഓഫീസ്. വലിയൊരു സ്റ്റേജും ഈ മൈതാനത്തിന്റെ അറ്റത്തുണ്ട്. കളിക്കാനായി ഒരു വോളിബോൾ കോർട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് തുണി കഴുകി ഉണക്കാനുള്ള സൗകര്യവും ഈ വശത്ത് തന്നെയാണ്. യോഗ പ്രദർശനങ്ങളും മത്സരങ്ങളും നടക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഏകദേശം 100ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 60ഓളം പേർ ഇവിടെ താമസിച്ചാണ് പഠനം. ബാക്കിയുള്ളവർ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ്. അധ്യാപകരിൽ ചിലരും ഇവിടെ തന്നെയാണ് താമസം. ഈ ട്രാക്ടറും വാനുമൊക്കെ ഗുരുകുലത്തിന്റെ തന്നെയാണ്. ഇതാണ് ഇതിന്റെയെല്ലാം സ്ഥാപകനായ ഗുരുജി. രാത്രി 7 മണിക്കാണ് ഭക്ഷണ സമയം. അതിന് പോവുകയാണ് കുട്ടികൾ. നാമം ചൊല്ലിയാണ് പോക്ക്.
ഇതാണ് കിച്ചൺ. പാചകക്കാരന്റെ കുടുംബവും ഇവിടെ തന്നെയാണ് താമസം. ഇവിടെയും മുതിർന്ന കുട്ടികൾക്ക് ഡ്യൂട്ടിയുണ്ട്. ചപ്പാത്തിയും കറിയും കൊണ്ടുപോയി വിളമ്പുന്നത് അവരാണ്. ഓരോ കുട്ടികൾക്കും അവരവരുടെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ഉണ്ട്. ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചാണ് കുട്ടികൾ പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഭക്ഷണം. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് 5:30 യോഗ, പിന്നെ കുളി, ബ്രേക്ക്ഫാസ്റ്റ്, പഠനം, ഉച്ചയ്ക്ക് ഭക്ഷണം, പിന്നെയും 3:30 വരെ ക്ലാസ്, പിന്നെ കളി. വൈകിട്ട് 5 മണിക്ക് യോഗ പ്രാക്ടീസ്, 5:30 ഭജന, 7 ഭക്ഷണം, 8:30 ഉറക്കം. ഇതാണ് ഗുരുകുല ചിട്ട. ഗുരുകുലം കണ്വാശ്രമത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. ഇനി സിദ്ധബലി ഹനുമാൻ ക്ഷേത്രവും സ്വയംഭൂ ദുർഗാക്ഷേത്രവുമാണ് അടുത്തത്. ആ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.